സ്കൂൾ തുറക്കുന്നതിനിടയിൽ മറ്റൊരാശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡ് കേസുകളിൽ വലിയ വർധനയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3000 കേസുകൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഗൗതം നാരായണൻ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഇപ്പോൾ വളരെയധികം ആശങ്കയാണ്. കാരണം രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയർന്നു, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. ദേവിക, നേരത്തെയും കോവിഡിൻ്റെ വ്യാപനം ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും എല്ലാം ഇത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നതും നിരവധി പേർ മരണപ്പെടുകയും ഒക്കെ ചെയ്തത് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തായിരുന്നു. ഇപ്പോഴും ഈ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ ഒരു വലിയ ആശങ്കയിലേക്ക് പോകുന്നൊരവസ്ഥ നിലവിൽ രാജ്യത്തില്ല. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 1000-ന് മുകളിൽ കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. രാജ്യത്തെ ഒട്ടാകെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 3000-ന് മുകളിലാണ് ഇന്നലെ വൈകിട്ട് വരെയുള്ള ആക്റ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോഴും ആരോഗ്യ മന്ത്രാലയവും ICMR ഉൾപ്പെടെയുള്ള സംഘടനകളും നിലവിൽ വ്യക്തമാക്കുന്നത്. കേരളം കഴിഞ്ഞാൽ പിന്നീട് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ രാജ്യതലസ്ഥാനമായ ഡൽഹി, ഒപ്പം പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡിൻ്റെ വ്യാപനമുണ്ട്. പക്ഷേ കേരളത്തിലേതുപോലെ ഒരു വലിയ തോതിലൊരു വ്യാപനത്തിലേക്ക്, ഒരു 1000-ന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ എത്തിയിട്ടില്ല. എങ്കിൽ പോലും നിലവിൽ ആശങ്ക വേണ്ട, പക്ഷേ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദേവിക.